ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് ഈ മാസം, ഈ ആഴ്ച, ഈ വർഷം നേടിയെടുക്കേണ്ടതായ ടാർഗറ്റുകൾ നേടിയെടുക്കുന്നതിനു വേണ്ടി കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ ഇന്ന് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു. കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളെ ത്വരിതപ്പെടുത്തി നിങ്ങളുടെ അധ്വാനത്തിന് ഫലം നൽകിയിരിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കാലതാമസം വരുന്ന കാര്യങ്ങളിൽ കർത്താവ് ഇന്ന് ഇടപെട്ട് ത്വരിതപ്പെടുത്താൻ പോകുന്നു. ഒരാഴ്ച കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ നേടിയെടുക്കേണ്ടതായ നിങ്ങളുടെ ടാർഗറ്റുകൾ, ചെയ്തു തീർക്കേണ്ടതായ നിങ്ങളുടെ പ്രോജക്റ്റുകൾ കാലതാമസം കൂടാതെ സമയത്തിന് മുൻപ് തന്നെ നേടിയെടുക്കാൻ ഇന്ന് കർത്താവ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ്. ദൈവം ഇടപെട്ടുള്ള ഏത് കാര്യത്തിനും ഫലം കണ്ടിരിക്കും. സുഭാഷിതങ്ങൾ പറയുന്നു, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, അവിടുന്ന് നിന്റെ പദ്ധതികൾ ഫലമണിയിക്കും. കർത്താവ് നമ്മുടെ പദ്ധതികളിൽ വിജയം നൽകാൻ പോകുന്നു. ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ഒരു പുരോഗതിയുമില്ലാതെ ഇരിക്കുന്ന നിന്റെ ബിസിനസ്സുകൾ, നിന്റെ പദ്ധതികൾ, നിന്റെ പ്രശ്നങ്ങളിലുള്ള കാലതാമസം ഇവയെല്ലാം മാറ്റി കർത്താവിൻ്റെ ഇടപെടലുകളാൽ അതെല്ലാം ത്വരിതപ്പെടുത്തുവാൻ, എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണാൻ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുക. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. വ്യക്തതയ്ക്കും ജ്ഞാനത്തിനും വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാധാന്യം നൽകേണ്ട കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി, ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, ആഴമേറിയ ചിന്തയും ബുദ്ധിപരമായ തീരുമാനങ്ങളും തന്ത്രപരമായ നടപടികളും വിവേകത്തോടെയുള്ള പെരുമാറ്റവും സ്ഥിരോത്സാഹത്തോടെയുള്ള പ്രവർത്തനങ്ങളും ദൈവം മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളാകിയാൽ കർത്താവ് ഇന്ന് നിന്റെ പദ്ധതികളെ പൂവണിയിക്കാൻ പോകുന്നു. നിന്റെ പ്രയത്നങ്ങളെ അവിടുന്ന് ഫലമണിയിക്കാൻ പോകുന്നു. സ്ഥിരോത്സാഹിക്ക് കാലതാമസം നേരിടേണ്ടി വരികില്ല. അഥവാ ചില കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടായാലും അത് നമ്മുടെ ഉയർന്ന നന്മയ്ക്കായി അത് പരിണമിപ്പിച്ചിരിക്കും. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നുണ്ട്. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല എന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവ് നിന്റെ മുൻപിൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഒരിക്കലും നിനക്ക് നേരെ അടയ്ക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ കരം പിടിച്ച്, കർത്താവെ, ഞാൻ മുന്നോട്ടു പോകുമ്പോൾ എനിക്ക് നേരെ അടഞ്ഞുപോയ വിജയത്തിൻ്റെ വാതിലുകളെ തുറക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. തീരുമാനങ്ങൾ എടുക്കുന്ന അധികാരികൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അവരുടെ പ്രീതിക്ക് ഞങ്ങൾ പാത്രരാകുന്നതിനും കർത്താവെ, നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങൾ 21:5 ഇപ്രകാരം പറയുന്നു, ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു. തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിലെത്തുകയേ ഉള്ളൂ. കർത്താവേ, ഇത്ര കാലയളവിലുള്ള ഞങ്ങളുടെ ടാർഗറ്റ് നേടിയെടുക്കാനുള്ള ഉത്സാഹവും നൽകി, നല്ല ആലോചനകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല അച്ചടക്കവും ശക്തിയും ഊർജവും ഉത്സാഹവും തീക്ഷ്ണതയും സ്ഥിരതയും ശ്രദ്ധയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ പ്രഭാത പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പത്രോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇപ്രകാരം പറയുന്നു, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് ദൈവത്തിന്
സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അമാനുഷിക ശക്തിയാൽ ഞങ്ങളുടെ ടാർഗറ്റ് നേടി വിജയിക്കുവാൻ കൃപ തരണമേ. നല്ല ഫലങ്ങൾ അപ്രതീക്ഷിതമായി ദൃശ്യമാകാൻ ഇടവരുത്തണമേ. സമയത്തിനു മുൻപേ ടാർഗറ്റ് നേടാൻ നീ അത്ഭുതം നടത്തണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് അത്ഭുതം നടത്തും. നിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ദൈവം അയച്ച പരിശുദ്ധാത്മാവ് ഇന്നും എന്നും നിന്നെ സഹായിക്കുകയും ചെയ്യും. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും കർത്താവെ ക്രമീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ തിരുവചനം കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്. കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം. നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. നിന്റെ ജനം നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നട്ട മുളയും എൻ്റെ കരവേലയുമായ ദേശത്തെ എന്നേക്കുമായി അവർ കൈവശപ്പെടുത്തും. ഏറ്റവും നിസ്സാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും. ഞാനാണ് കർത്താവ്, യഥാകാലം ഞാൻ ഇത് ത്വരിതപ്പെടുത്തും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം തേടി, അങ്ങയുടെ അനുഗ്രഹം തേടി, ഇന്നത്തെ ഞങ്ങളുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാനുള്ള അനുഗ്രഹം തേടി കർത്താവേ, നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ, ഈ സഹോദരി സഹോദരങ്ങളുടെ നേരെ നീ കരുണ ചൊരിയണമേ. ഇന്നും എന്നും അവരോട് കൂടെയിരുന്ന് അവരുടെ അധ്വാനത്തിന് ഫലം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, അവരുടെ ജീവിതത്തിൽ, അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ, അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും കൃത്യതയും വ്യക്തതയും ജ്ഞാനവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. കൂടുതൽ പ്രാധാന്യം നൽകേണ്ട കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾക്ക് ശ്രദ്ധയോടെ ചെയ്യുന്നതിനും അവരെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ആഴമേറിയ ചിന്ത നൽകി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ ജോലിയിൽ തന്ത്രപരമായ നടപടികൾ പ്രാവർത്തികമാക്കുന്നതിനും വിവേകത്തോടെയും വിജ്ഞാനത്തോടെയുമുള്ള പെരുമാറ്റ രീതി നൽകി സ്ഥിരോത്സാഹത്തോടെയുള്ള പ്രവർത്തന ശൈലി നൽകി കർത്താവേ, ഇന്ന് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഇവരുടെ എല്ലാ പദ്ധതികളെയും നീ ഇന്ന് പൂവണിയിക്കണമേ. ഈ ഫെബ്രുവരി മാസത്തിൽ ഇവർക്ക് കിട്ടേണ്ടതായ ടാർഗറ്റ് വിജയിക്കുന്നതിനു വേണ്ടി ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ചെയ്തു തീർക്കേണ്ടതായ പ്രോജക്റ്റുകൾ ചെയ്തു തീർക്കാൻ കർത്താവേ, ഇവരെ നീ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ഇന്നത്തെ ദിവസം നേടിയെടുക്കേണ്ട അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ മേഖലയിലും അവർക്ക് വിജയം നൽകി നീ അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ. ഇവരെ കാണുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഇവരെക്കുറിച്ച് അറിയാവുന്നവർ, ഇവരുടെ ജോലിയെക്കുറിച്ച് അറിയാവുന്നവർ, ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നവർ കർത്താവെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി ഇവരെ നീ എല്ലാ മേഖലയിലും നീ അനുഗ്രഹിച്ചുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നിന്റെ ശക്തമായ ഇടപെടൽ ഇന്നുണ്ടാകണമേ. ഈ മക്കൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ഇന്ന് ജോലിക്കായിട്ട് പോകുന്നവരെ, ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവരെ കൂടെ ഇരുന്ന് വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് യാത്രയുള്ളവരെ അനുഗ്രഹിക്കണമേ. യാത്രയിൽ സുരക്ഷിതത്വം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഇന്ന് ആശുപത്രിയിലേക്ക് പോകുന്നവർക്ക് കൂടെ ഇരുന്ന് നീ സൗഖ്യം കൊടുക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും പ്രത്യേകമായി നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥന ലോകം മുഴുവനും എത്തുന്നതിന് ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും
നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്ത നാഥ, അങ്ങയ്ക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്നത്തെ ഞങ്ങളുടെ ജോലിയിൽ, ജീവിതത്തിൽ, എല്ലാ മേഖലയിലും വിജയം നേടുവാനും ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായ കാര്യങ്ങളെ തടസ്സമില്ലാതെ നേടിയെടുക്കുന്നതിനും അമ്മേ മാതാവേ, വിജയത്തിൻ്റെ ദൈവമായ അങ്ങയുടെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ഇടപെട്ട് ക്രമീകരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ വഴികളിലും കർത്താവ് കാത്ത് സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ജോലിയിലും അവിടുന്ന് സംപ്രീതനായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉദ്യമങ്ങളിൽ അവിടുന്ന് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. സ്ഥിരോത്സാഹത്തോടെ ജോലി ചെയ്യുന്നതിനുള്ള ശക്തിയും കൃപയും ബുദ്ധിയും വിവേകവും നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.